CPM പോലും ഇതിൻ്റെ ഗൗരവം മനസ്സിലായി. വളരെ നീചമായ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. പരസ്യമായിട്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതിനകത്ത് SFIയുടെ ഒരു പേരുണ്ട്. CPM എന്ന് പറയുന്ന സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയാണ് SFI. അവർക്ക് ഒരു പരിധിവരെ ഏത് പാർട്ടിയാണെന്നും അതിനെ സംരക്ഷിച്ചാൽ മതിയോ. പക്ഷേ പ്രാദേശിക സ്ഥലത്തുൾപ്പെടെ ഈ വീട്ടിലെ ഈ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായം ചെയ്യാമെന്ന് CPMന്റെ പ്രാദേശിക നേതാക്കളും DYFI SFI ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അതൊരു നാടകമാണെന്ന് പറയുമെങ്കിൽ പോലും CPMന് പോലും ഈ വിഷയത്തിൽ പരസ്യമായിട്ടല്ലെങ്കിൽ പോലും അതൃപ്തിയുള്ള സമയത്താണ് BJP PFIക്കാരുൾപ്പെട്ട കേസാണെന്ന് പോലും സംസാരം നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് യാതൊരു പ്രതികരണവും നടത്താതെ സീറ്റിൻ്റെ പുറകിലും സീറ്റ് കൊടുക്കുന്നതിൻ്റെ പുറകിലും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വരുന്ന പൈസയുടെ പുറകിലും ഒക്കെ നടക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥ. പിന്നെ എങ്ങനെയാണ് BJP കേരളത്തിൽ? അതായത് ഗവർണർ തന്നെ പറഞ്ഞു, നമുക്ക് വേറെ ആരുടെയും അതോറിറ്റി ഒന്നും വേണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു ഇതിൽ SFI മാത്രമല്ല PFI ഇൻവോൾവ് ആണ്.